നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഈ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾക്ക് വിശ്വാസമുള്ള ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ ജുഡീഷ്യറി. ഇന്ത്യയിലെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ, അതിൻ്റെ മൂല്യങ്ങളെ നിലനിർത്താൻ ഏറ്റവും കൂടുതൽ പൊരുതുന്നത് കോൺഗ്രസ് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ജയ് സംവിധാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒട്ടുമിക്ക കോൺഗ്രസ് എംപിമാരും ലോക്സഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് എന്നത് ഓർമ്മ വേണം. അതിനിടയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ ഭവനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി കൃത്യമായും അവിടെ സന്ദർശിച്ച് അവിടെ ഗണപതി പൂജയിൽ പങ്കെടുത്ത് അവിടെ ആരതി നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ കൂടി പറയുന്നു, നീതിയുടെ കാവലാളായ വ്യക്തിയുടെ വീട്ടിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചത് ഈ രാജ്യത്ത് നൽകുന്ന തെറ്റായ ഒരു സന്ദേശം തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല എന്ന് കോൺഗ്രസ് അതുകൊണ്ടാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇത് സംശയത്തോടെ കാണേണ്ടി വരും. കാരണം പ്രധാനപ്പെട്ട നിർണായകമായ പല വിധികളും പുറപ്പെടുവിക്കേണ്ട ഒരു വ്യക്തി അഥവാ ഒരു സംവിധാനത്തിൻ്റെ കാവലാൾ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് സന്ദർശിക്കുന്നത് വഴി BJP എത്രത്തോളം ജുഡീഷ്യറിയുമായി കൈകോർക്കുന്നു എന്നതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു. ഇതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന തരത്തിലേക്ക് പോലും നീങ്ങുന്നു. വാസ്തവത്തിൽ DY ചന്ദ്രചൂഡ് എന്ന ജസ്റ്റിസ്, അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു പൊതുവേദിയിൽ വെച്ച് അദ്ദേഹവുമായി വേദി പങ്കിടുന്നതിൻ്റെ ഭാഗമായി ഒക്കെ ഇത്തരം പൂജകൾ, അത് മഹനീയമായ എന്ത് വ്യത്യസ്തമായ സാഹചര്യത്തിലായിരുന്നാലും അത് ജനങ്ങൾ അതിനെ ആ രീതിയിൽ തന്നെ കാണുമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ക്ഷണിച്ചു വരുത്തുമ്പോൾ നൽകുന്ന മെസ്സേജ് തെറ്റായിട്ടുള്ള സന്ദേശമാണ്. അതുകൊണ്ടാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത്, സുപ്രധാനപരമായ പല വിധി, അതായത് രാഷ്ട്രീയ വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ BJP നാറിയ കളികൾ കളിച്ച് അവിടെ ശിവസേനയെയും NCPയെയും പിളർത്തി അവർ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഈ രാജ്യത്ത് CAA തുടങ്ങിയ സുപ്രധാനപരമായ പല കാര്യങ്ങളുമുണ്ട്. അതുമാത്രമല്ല, ഇലക്ട്രൽ ബാലറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും കോടതിയിൽ കെട്ടിക്കിടക്കുന്ന വിഷയമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പൊതുതാൽപര്യ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കേണ്ട സുപ്രധാനമായ പല കാര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെയൊക്കെ വിധി പറയുന്ന ബെഞ്ചിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ എന്ന സ്ഥാനമാനം അലങ്കരിക്കുമ്പോൾ DY ചന്ദ്രചൂഡ് എന്ന ചീഫ് ജസ്റ്റിസ് എടുത്ത നിലപാട് അത് എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, BJPയുടെ ഈ പ്രവർത്തനം എന്നത് ജുഡീഷ്യറിയിലേക്കുള്ള ഒരു കടന്നുകയറ്റം തന്നെയെന്ന വലിയ രീതിയിലുള്ള ഒരു സന്ദേശം കോൺഗ്രസ് നൽകുന്നു. കോൺഗ്രസ് ഈ പറഞ്ഞ സന്ദേശം അതേ ആശങ്കയോടെയാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം കുറിച്ചിട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവണത കൊണ്ട് ഈ രാജ്യത്ത് എല്ലാവർക്കും നീതി ലഭിക്കില്ല എന്ന ഒരു സന്ദേശത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന വലിയ ചോദ്യം കോൺഗ്രസ് ആവർത്തിച്ച് പറയുമ്പോൾ അതിനെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഈ ഇന്ത്യയിലെ ജനങ്ങൾ.